നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിലാണ്. എനിക്ക് 70 കിലോമീറ്റർ വേഗത്തിന് ഫൈൻ അടിച്ചെങ്കിൽ ഈ പറയുന്ന 70 കിലോമീറ്ററാണ് വേഗത എന്ന് തെളിയിക്കുന്ന ബോർഡ് അവനിവിടെ കാണിച്ചു തരണം. ഇതാണോ? അല്ല, അവൻ കാണിച്ചു തരാണ്ട് ഞാനൊരു പിണ്ണാക്കം ഞാൻ അവന് കൊടുക്കൂല. ഈ രാത്രി 12 മണിക്ക് ഞാൻ പുണ്യം കിട്ടാനൊന്നല്ല എൻ്റെ വണ്ടിയുടെ ഡീസൽ അടിച്ച് വന്നത്. സ്റ്റോപ്പ്. ഇതാണോ? അല്ല, സ്പീഡ് ലിമിറ്റ്. ബാബാ ഇറങ്ങിയോ? സ്പീഡ് ലിമിറ്റ് ഉണ്ട്. സ്പീഡ് ലിമിറ്റ് റെസ്ട്രിക്ഷൻ എൻഡ് കണ്ടോ? നോക്ക്. കണ്ടല്ലോ, അവിടെ ഉണ്ടോ ബോർഡിൽ? ഗ്യാപ്പിൻ്റെ മീഡിയം. നീ എന്നെ 70 കിലോമീറ്ററിന് ബോർഡ് കാണിച്ചു തരാണ്ട് ഞാനൊരു പിണ്ണാക്കം ഞാൻ അടയ്ക്കൂല. നീ എനിക്ക് ഇല്ലാത്ത നിയമത്തിന് നീ പെറ്റി അടച്ചെങ്കിൽ നിനക്ക് ഞാൻ ഊരി തരാൻ പോണ എൻ്റെ അണ്ടർവെയറാണ്. അതായത് ബോസ്കോ കളമശ്ശേരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബോസ്കോ കളമശ്ശേരി ഇതുപോലെ ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് കൃത്യമായിട്ട് അതിന് പരിഹാരം കാണുന്നത് വരെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. ബോസ്കോ കളമശ്ശേരിക്ക് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പിൻ്റെ വക ഒരു പെറ്റി, അതായത് നമ്മുടെ അത്താണിയിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെയുള്ള ആ റോഡിൽ യാത്ര ചെയ്തപ്പോൾ 77 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു പെറ്റി, ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടൊരു പെറ്റി കിട്ടി. അപ്പോൾ ബോസ്കോ ഇന്നലെ ഒരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 10 പൈസ ഞാൻ അടക്കില്ല, പകരം ഞാൻ മോട്ടോർ വാഹന വകുപ്പിന് കൊടുക്കുന്ന എൻ്റെ അണ്ടർവെയർ ഊരി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടൊരു സാധനം. അപ്പോൾ അതിനുശേഷം ഇന്നലെ രാത്രി എന്താ പറയുക, ബോസ്കോ കളമശ്ശേരി ഈ എയർപോർട്ട് റോഡിൽ യാത്ര ചെയ്തിട്ട് സ്പീഡ് ലിമിറ്റ് ഇത്രയാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്, എവിടെയാണ് അങ്ങനെ ഒരു ബോർഡ് ഉള്ളത് എന്ന് അന്വേഷിച്ചുള്ള യാത്രയുടെ ഒരു വീഡിയോ ആണിത്. ഒരൊറ്റ ബോർഡ് പോലും എവിടെയില്ല. മാത്രമല്ല സ്പീഡ് ലിമിറ്റ് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് അദ്ദേഹം കാണിച്ചത്, വേഗപരിധി അവസാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോർഡ്. ആ ഒരു ബോർഡ് മാത്രമാണ് ആ എയർപോർട്ട് റോഡിലുള്ളത്. മുൻപ് ഈ ക്യാമറകൾ, AI ക്യാമറകൾ വെക്കുന്ന സമയത്ത് ഞാൻ 1-2 വീഡിയോകളിൽ ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞാണ്. ഓരോ റോഡുകളിലും ഇപ്പം നഗരപരിധിയിൽ, ഗ്രാമപ്രദേശങ്ങളിൽ, നാഷണൽ ഹൈവേകളിൽ തന്നെ 4 വരി പാതകളിൽ, 6 വരി പാതകൾ, ഇപ്പം വലിയ വലിയ റോഡുകൾ വന്ന് 8 വരി പാതകൾ, ഇതിനൊക്കെ സ്പീഡ് സെപ്പറേറ്റ് ആണ്. ഒരു നഗരപരിധിയിലുള്ള ഓടിക്കുന്ന വാഹനത്തിൻ്റെ വേഗതയല്ല ഒരു നാഷണൽ ഹൈവേയിൽ, ദേശീയപാതയിൽ ഓടിക്കുന്ന വാഹനത്തിനുള്ളത്. അതുപോലെ തന്നെ 4 വരിയിൽ ഓടിക്കുന്ന വേഗതയല്ല 6 വരിയിലുള്ള വേഗത. അങ്ങനെ പലതരത്തിലുള്ള. അപ്പോൾ ഈ AI ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്ത വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ AI ക്യാമറ വഴി നിങ്ങൾ അടിക്കുന്ന പെറ്റി നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാവുന്നൊരു സമയം വരും എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ പല റോഡുകൾ, ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന റോഡുകൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ ആണോ, മുനിസിപ്പാലിറ്റിയുടെ ആണോ, പഞ്ചായത്തിൻ്റെ ആണോ, ദേശീയപാതയുടെ ഭാഗമായിട്ട് കേന്ദ്രത്തിൻ്റെ ആണോ, ഇത് എത്ര പേർക്ക് അറിയാൻ സാധിക്കും എന്നതാണ് എൻ്റെ ചോദ്യം. എനിക്കിത് എല്ലാ റോഡുകളും ഏതൊക്കെയാണെന്നുള്ള അറിയില്ല. ഇപ്പം കൊച്ചി നഗരത്തിലേക്കൂടെ പോയാൽ തന്നെ അതിൽ ദേശീയപാത വരുന്നുണ്ട്, സംസ്ഥാനത്തിൻ്റെ വരുന്നുണ്ട്. ഇത് അങ്ങനെ പലതിൻ്റെയും വരുന്നത് കൊണ്ട് തന്നെ ഏതാണ് ഈ റോഡ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണയില്ല. ഒരു ദേശീയപാതയിൽ നിന്നൊരു സംസ്ഥാന പാതയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ബോർഡ് വെക്കണം. ഇത് നിങ്ങൾ സംസ്ഥാന പാതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, ഇവിടെ ഇന്ന് കാറിന് ഇത്ര കിലോമീറ്റർ വേഗത, ബസ്സിന് ഇത്ര കിലോമീറ്റർ വേഗത, ഓട്ടോറിക്ഷയ്ക്ക് ഇത്ര കിലോമീറ്റർ, ഇരുചക്ര വാഹനത്തിന് ഇത്ര കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കണം എന്നൊരു നിയമം ഈ നാട്ടിലുണ്ട്. അത് വെച്ചിട്ടില്ല. അതിന് PWDനെയും മോട്ടോർ വാഹന വകുപ്പിനെയൊക്കെ ഒരുപോലെ കുറ്റം പറയേണ്ട ഒരു സാധനമാണത്. അത് വെക്കാതെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് AI ക്യാമറകൾ വെച്ചിട്ട് വ്യാപകമായിട്ട് ഫൈൻ അടിക്കുന്നു. ഫൈൻ അടച്ചില്ലെങ്കിൽ വണ്ടിയുടെ മറ്റ് പേപ്പറുകളോ കാര്യങ്ങളോ ഒന്നും നീക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന രീതിയാണ് മോട്ടോർ വാഹനം. പക്ഷേ ബോസ്കോ കളമശ്ശേരിയുടെ ഈ പരാതി അത് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതിയിൽ മോട്ടോർ വാഹന വകുപ്പ് വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അയാൾ അത്താണി മുതൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ യാത്ര ചെയ്യുന്നുണ്ട്. ആൾക്ക് എവിടെ വെച്ചാണോ പിഴ അടക്കാനുള്ള വീഡിയോ, അയാളുടെ ഫോട്ടോ എടുത്തിരിക്കുന്നത്, അതിന് മുമ്പേ തന്നെ
ഈ പറഞ്ഞ സ്പീഡ് ലിമിറ്റ് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് വെച്ച് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളുടെ വേഗത ഇത്രയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വെച്ചില്ല. ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സ്പീഡുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതികളൊക്കെ വന്നപ്പോൾ പല റോഡുകളിലും നേരത്തെ ഉണ്ടായിരുന്ന 80 കിലോമീറ്റർ എന്നത് 90 കിലോമീറ്റർ വേഗതയായി മാറിയിട്ടുണ്ട്. 60 കിലോമീറ്റർ എന്നത് 70ഉം 80ഉം ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സ്പീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും യാതൊരു വിധത്തിലുള്ള അപ്ഡേഷൻസും നമ്മുടെ റോഡുകളിലില്ല. നമ്മുടെ റോഡുകളിൽ എനിക്ക് തോന്നുന്നു 80 കിലോമീറ്റർ വേഗതയ്ക്ക് മേളിൽ പോയാലങ്ങാണ്ടെ കാറുകൾക്ക് ഫൈൻ വരൂ എന്നാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 60-70 കണ്ട ആണെന്ന് തോന്നുന്നു. പക്ഷേ എയർപോർട്ട് റോഡിൽ ഒരു കാരണവശാലും അത് 80 താഴെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ 77 കിലോമീറ്ററിൽ യാത്ര ചെയ്യുന്ന ഒരു കാറിന് സ്പീഡ് ലിമിറ്റിന് ഫൈൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പിന് എന്തോ ഒരു കാര്യം തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഈ ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. എന്തുകൊണ്ട് ആ ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും, വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമ ഭേദഗതി അനുസരിച്ച് ഇപ്പോൾ എയർപോർട്ട് റോഡാണല്ലോ ഇപ്പോൾ ചർച്ചയിൽ വരിക. ആ എയർപോർട്ട് റോഡിൽ ഓരോ വാഹനങ്ങൾക്കും പോകാനുള്ള വേഗപരിധി നിങ്ങൾ ബോർഡ് വെച്ചിട്ടുണ്ടോ? അപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പറയും ഇല്ല. അപ്പോൾ രണ്ടാമത്തേത്, എൻ്റെ വാഹനം എവിടെ വെച്ചാണ് നിങ്ങൾ അതിന് പിഴ അടയ്ക്കാനുള്ള ചിത്രം എടുത്തിരിക്കുന്നത്, നിയമം ലംഘിച്ചതായിട്ട് കണ്ടെത്തിയ ചിത്രം എടുത്തത് എന്ന സ്ഥലത്താണോ എന്ന് ചോദിക്കും. ഇന്ന സ്ഥലത്ത് വെച്ച്. അപ്പോൾ തിരിച്ച് ചോദ്യം വരും. അതിന് ഒരു 10 മീറ്റർ 15 മീറ്റർ മുന്നേ സ്പീഡ് ലിമിറ്റ് എൻഡ്, വേഗപരിധി അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് അവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ കോടതി ചോദിക്കും, അല്ല മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങൾ കോടതിയുടെ സമയം കളയാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണോ ഈ വക പരിപാടിയായിട്ട് ഇറങ്ങിയതെന്ന് ചോദിക്കും. എന്നിട്ട് അടുത്ത ഓർഡർ വരും. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ റോഡുകൾക്കും കൃത്യമായിട്ട് വേഗപരിധി എത്രയാണ്, എല്ലാ റോഡുകളും ഏതാണ് എന്നത് സൂചിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ അതിനുശേഷം നിങ്ങൾ പിഴ ഈടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു വിധി വരാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ബോസ്കോ കളമശ്ശേരി പുഷ്പം പോലെ ആ കേസിൽ ജയിക്കും എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലൊക്കെ തന്നെയാണ്. നമ്മൾ നിയമം ഓരോ ഇതിനനുസരിച്ച് മാറുമ്പോഴും അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം മോട്ടോർ വാഹന വകുപ്പിനുണ്ട്. അവർ വേണമെങ്കിൽ പറയും പത്രത്തിലും ചാനലിലൊക്കെ വരുന്നില്ല, അത് കണ്ടാൽ പോരാ. നമ്മൾ റോഡിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ക്യാമറയിൽ ഇത്ര കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈൻ വരും, അല്ലെങ്കിൽ പിഴ ഈടാക്കാനുള്ള ഇത് ചിത്രമെടുക്കും എന്ന് മനസ്സിലാക്കുന്ന ആ റോഡ് ഏതാണോ, ആ റോഡിൽ എത്രയാണോ വേഗത എന്ന് നിർദ്ദേശിക്കുന്ന വേഗപരിധിയും ദൂരപരിധിയൊക്കെ എഴുതി വെക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്തം മോട്ടോർ വാഹന വകുപ്പിനുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണക്കാരായ പാവങ്ങൾക്ക് ഇതുപോലെ ചലാൻ അടിച്ചു കൊടുക്കും. അതിൽ ഒരു 80% ആളുകളും നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് തലവേദന വയ്യ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിഴയെടുക്കും. അത് നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യമൊന്നും അവിടെ ഉണ്ടാവില്ല. അവർ സാധാരണക്കാർ ഫൈൻ വന്നു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോയി അടയ്ക്കും. പക്ഷേ ഇനി ഞാനാണെങ്കിലും ഈ പറഞ്ഞ ബോസ്കോ കളമശ്ശേരി ആണെങ്കിലും ശരി, ഇങ്ങനെയാണ് പിഴ അടയ്ക്കാനുള്ള പേപ്പർ വരുന്നതെങ്കിൽ ഒന്നും ചിന്തിക്കില്ല, നമ്മളത് അടക്കില്ല. കോടതിയിൽ കാണാം എന്ന രീതിയിൽ മാത്രമേ നമ്മൾ തീരുമാനിക്കുകയുള്ളൂ. ഓക്കെ.